ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സച്ചൂസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ആണ്. എല്ലാവരും നോമ്പൊക്കെ വെച്ച് ക്ഷീണിച്ചിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പം ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിക്കാച്ച് വീഡിയോ ആണ് ഇന്ന്. ഇതാണല്ലോ നമ്മളെ വീട് ഇതാ അവിടെ ഒരു മേലോട്ട് ഫുള്ള് കുന്നാണ്. ഒരു എഡ വൈല അമ്മത്തേട്ടനുണ്ട്, റിച്ചുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളെ വീട് ഇവിടെയാണ്. താഴോട്ട് ഇതാ ഒരു ഇറക്കാണ്, മേലോട്ട് കയറ്റാണ്. അതായത് അപാര കുന്നാണ് മേലോട്ട്. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ നമ്മൾ പണ്ടേ കാലത്ത് ഒരു അണ്ണൻ താമസിക്കലുണ്ട്. അതായത് എന്താ പറയുക, ഒരു തേക്കാത്തൊരു വീടാണ് എന്ന് വെച്ചാൽ ഒരു കാടിൻ്റെ ഉള്ളിൽ അവിടെ ഫുള്ള് മുളയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമ്മളെ വീട് ഇവിടെയാണ്. നമ്മൾ ആ ഇടയിൽ കൂടി എങ്ങനെ മേലോട്ട് കയറിയിട്ട് അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഫുൾ കാടാണ്. അപ്പോൾ അവിടുത്തെ ഒരു കിടക്കാച്ചി വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. നമുക്ക് അവിടെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ നോക്കാം. അണ്ണൻ്റെ ആ വീടും നമുക്കൊന്ന് പോയി കാണാം. എല്ലാവരും പറയുന്നത് അവിടെ ഫുള്ള് മുളൻ്റെ കൂട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ അന്ന് അമിതേട്ടനുണ്ട്, റിച്ചുണ്ട്. നമ്മൾ മൂന്നാളും കൂടിയാണ് കയറാൻ പോകുന്നത് അല്ലേ അമിതേട്ടാ? അപ്പോൾ നമുക്ക് നേരെ എന്താ ചെയ്യാം, ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ധൈര്യത്തിന് വേണ്ടി മൂന്നാൾ പോയിക്കുന്നത്. മേലോട്ട് വരുമ്പോൾ കുറച്ച് ഇരുട് ഔട്ടോ. ഇവിടെ അത്യാവശ്യം വെളിച്ചുണ്ട്. അവിടെ ഫുള്ള് മരമൊക്കെ ഇങ്ങനെ ചാനി നിന്നിട്ടേ ഇരുട് കൂടും. അപ്പോൾ നമുക്ക് മേലോട്ട് കയറാം. നമ്മളെ വീടിൽ നിന്ന് മേലോട്ട് കയറുന്നില്ല അമിതേട്ടാ വരി. അപ്പോൾ നമ്മൾ ഇനി മേലോട്ട് കയറാൻ പോവാണ്. അനിയെന്താ മുന്നിൽ പോകുന്നുണ്ട്, ഞാനും അമിതേട്ടനും നടക്കുന്നുണ്ട്. നമുക്ക് മേലോട്ട് കയറാം കേട്ടോ. അങ്ങനെ നമ്മൾ കയറിയിട്ടതാ എൻ്റെ വീട് അവിടെ ഇങ്ങനെ കയറി ഇവിടെ എത്തി. ഇത് അവിടെ നിന്ന് അങ്ങോട്ട് ഇടയാട്ടോ. അതായത് ഇവിടെ വരെ റോഡ് നല്ല വീതിയുള്ള ഒരു റോഡാണ്. അതായത് വണ്ടികളൊക്കെ പോണ റോഡാണ്. ഇതിലെങ്ങനെ ഒരു വാഹനവും പോരുക, ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഇട മാതിരിയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കയറട്ടോ. അതായത് ഇവിടെ നിന്ന് കയറുമ്പോഴേ ഫുഡ് കാടൊക്കെയാണ്. ഇതാ കയറാം. അമിതേട്ടാ വരി, നിങ്ങൾ രണ്ടാൾ മുന്നിലിടുന്നോളി, ഞാൻ ബാക്കിൽ വരാം. നിങ്ങൾ കയറി ഇതാ ഇവിടെ നോക്കി ശ്രദ്ധിക്കണം. നിലത്ത് നിരങ്ങിട്ടോ ഇവിടെ. റിച്ചോ മെല്ലെ പോയാൽ മതിട്ടോ. അപ്പോൾ നമ്മളിതാ മുകളിൽ നിന്ന് കയറി വന്ന് തുടങ്ങി. ഇവിടെ നല്ല നിരങ്ങുണ്ട് ഇട്ടതാ, നല്ല നിരങ്ങുണ്ട്. ഓക്കെ. അങ്ങനെ ഞങ്ങളിതാ കയറിക്കൊണ്ട് ഫുള്ള് ഇലയാട്ടോ. നോക്കി ഒരു നടക്കണ ഒരു എഡ. അതൊക്കെ ഒരാൾക്ക് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റിയ ഒരു എഡയാണ്. കണ്ടോ, നിൽക്കി മെല്ലെ പോയാൽ മതി. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇതാ അമിതേട്ടാ ഇങ്ങോട്ട് ഇവിടെ ഒരു ടാങ്കൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് റിച്ചോ. ഇതാ ഇവിടെ ഒരു ടാങ്കൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഇതിൽ ഓവർ കയറല്ലോ കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒറ്റക്കൊന്നും ഇങ്ങനെ പോകല്ലോ. നോക്കി നമ്മൾ നടന്ന വയ്യോക്കി ഫുള്ള് ഇലകളൊക്കെ ആയിട്ട് നമ്മളെ ഒരു താഴത്താണ്. ഇതിലങ്ങനെ കയറി നോക്കി ടാങ്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ ഇവിടെ ഒരു ടാങ്ക്. ആദ്യത്തെ കാഴ്ച നമുക്ക് ഇതാട്ടോ കിട്ടിയേ. അതായത് ഫുള്ള് കാടാ, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതാ എത്ര ഇല നോക്കി. ഇനി നമ്മൾ മേലോട്ട് കയറാം. അമിതേട്ടാ കയറി. നമ്മൾ അമിതേട്ടനും കൂടെ ഉണ്ട്. മെല്ലെ റിച്ച് ആണെങ്കിൽ ഒരു കോല ഇങ്ങനെ തട്ടിയിട്ടാണ് പോകണം. നല്ല നിരങ്ങുണ്ട് കേട്ടോ അമിതേട്ടാ, നോക്കിക്കോളി. ഞങ്ങൾ ഇതാ കയറി നോക്കി. ഞങ്ങൾ വന്ന വയ്യാണ്ടെങ്കിൽ നല്ല നിരങ്ങുണ്ട് കേട്ടോ, നല്ല നിരങ്ങുണ്ട്. അടുക്ക് റിച്ചോ. അതെന്തിനാ അമിതേട്ടൻ വടിയൊക്കെ എടുത്തേച്ച് നോക്കി. എല്ലാവരും നോക്കി. അമിതേട്ടൻ കണ്ടില്ലേ വടിയൊക്കെ എടുത്താണ് കയറുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയും കയറാം. ഇനിയും കുറേ കയറാണ്ട്. അങ്ങനെതാ ഞങ്ങൾ കയറി മുകളിലെത്തി. നോക്കി ഇതിലാ ഏകദേശം ഞങ്ങളിതാ ഇത്രയും കയറി, താഴത്ത് നിന്ന് ഇത്രയും കയറി. ഇവിടെ കണ്ടില്ലേ ഫുള്ള് കാടാ, കണ്ടില്ലേ? നോക്കി നിങ്ങൾ ഉണ്ടോ? ഇവിടെ പോകുമ്പോൾ ഹൈറ്റ് കൂടി വരുന്നുണ്ട്. നമ്മൾ താഴത്തുള്ള വീടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കയറി ഇതാ ഇവിടെ എത്തി. ഇനിയും ഇതിലെങ്ങനെ ഒരു ഞങ്ങളൊരു വയ്യാണ്ട് ഇല്ലേ അമിതേട്ടാ? ഇതിലെങ്ങനെ അടങ്ങ വീടൊക്കെ കാണുന്നുണ്ട്, ചെറിയൊരു വീട് കാണുന്നുണ്ട്. എന്താ അറിയില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് ഞാനും പോയില്ല കേട്ടോ. അപ്പുറത്തൊരു വീട് കാണുന്നുണ്ട്. ക്യാമറ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ചെറിയൊരു ഓടിട്ട വീടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം, കുറച്ച് കഴിയട്ടെ. പിന്നെ മുള നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ മുള ഉണ്ടല്ലേ അമിതേട്ടാ? മുള വലിയ മുള ഉണ്ട്. രാത്രിയായി അങ്ങോട്ട് വരാൻ പറ്റൂല. രാത്രി എന്തായാലും വരാൻ കഴിയില്ല അല്ലേ? വൻ സീന. നോക്കി ഫുള്ള് കാട് എന്തേതാ. ഓക്കെ, നമുക്ക് ഇനി ബാക്കി കയറല്ലേ? മുകളിലാ വീട്. ബാക്കി പൊട്ടിക്കുന്നില്ല. മുകളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മെല്ലെ ഇനി മേലോട്ട് തന്നെയാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ഇതാ ഇതിലെങ്ങനെ വേണമെങ്കിലും അങ്ങോട്ട് പോവാം. ഇതിലെങ്ങനെ കുറേ പറമ്പാട്ടോ, ഫുള്ള് കാട് പിടിച്ചെടുക്കുന്ന പറമ്പാണ്. അണ്ണൻ്റെ വീട് മുകളിലാട്ടോ. അണ്ണൻ്റെ വീട് നമ്മൾ കയറി ഏകദേശം ഇതാ ഇത്രയും ദൂരം കയറി കാണൂല, താഴോട്ട് ഇനി കാണൂല. അത്രയും ഞങ്ങൾ മേലോട്ട് കയറിപ്പോയി. അണ്ണൻ്റെ വീട് കുറച്ചുകൂടി മേലോട്ടാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അവിടെ പുള്ളി ഒരു ഗോസ്റ്റ്, എന്താ പറയുക, ഗോസ്റ്റ് ബാക്കി പറയും അവിടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. എല്ലാവരും ലൈക്ക് അടിക്കട്ടോ. കയറി ഇത് അവിടെ എത്തി. ഇതെന്താ എന്തൊക്കെ ഇതുണ്ടല്ലേ അമിതേട്ടാ? ഇവിടെ ബോർഡ് സംഭവം ഇതാ ഇവിടെ വീട്. നമ്മൾ ഇങ്ങനെ ഈ വീഡിയോയൊക്കെ കാണുമ്പോൾ തന്നെ അതൊക്കെ ഈ കാട്ടിനുള്ളിൽ അഡ്രസ്സൊക്കെ എഴുതി വെച്ചൊരു സംഭവം ആണില്ലേ അമിതേട്ടാ? പക്ഷെ ഇത് പൊട്ടുക ചെയ്തിരുന്നല്ലേ?
എറിഞ്ഞ് പൊട്ടിച്ചൊരു ഇതൊക്കെയാണ് നമുക്ക് നമ്മൾ ഏകദേശം വീടിൻ്റെ അടുത്ത് എത്തിയില്ലേ. ആ ഇതിലിങ്ങനെ ഒരു വയ്യുണ്ട്, ഒരു നാൾ നടന്നാ പോയൊരിതുണ്ട് അല്ലേ ഈ തെങ്ങിൻ്റെ അടുത്തോടെ ഇങ്ങനെ. എന്ന് ആരെങ്കിലും പോലുണ്ട് തോന്നില്ലേ അമ്മ ഒക്കെ നോക്കാം. ഇനി നമ്മൾ താഴോട്ട് കാണൂല കേട്ടോ, അതായത് നമ്മൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് നമ്മൾ മുകളിൽ എത്തിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്തി. ഇനി നമ്മൾ വീടിൻ്റെ അടുത്തെത്തില്ല അമ്മത്തേട്ടാ, വീടിൻ്റെ അടുത്ത് എത്താനായി. ആ ഓൾമോസ്റ്റ് വീടിൻ്റെ അടുത്ത് എത്തി. ഇനി നമുക്ക് അവിടേക്ക് പോവാം. ഇവിടെ കൈതച്ചക്ക ഉണ്ട്, കൈതച്ചക്കൻ്റെ അതൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ നോക്കുന്നത്. കൈതച്ചക്കൻ്റെ സംഭവമൊക്കെ ഉണ്ട്, ഒക്കെ ഞങ്ങൾ കാണിച്ചാൽ. കൈതച്ചക്ക നമ്മൾ തോട്ടൊക്കെ മാതിരത്തെ തയ്യുണ്ട് ഇവിടെ ഒക്കെ ഞങ്ങൾ. അങ്ങനെ നമ്മൾ ഒന്ന് കയറി എന്താ പേടിക്കാം ഇവിടുന്ന് പേടിപ്പിക്കാൻ. ആ കൈതച്ചക്ക കാണിച്ചാൽ കൈതച്ചക്ക നമ്മുടെ അവിടെ പറഞ്ഞിട്ട് കണ്ടോ. കൈതച്ചക്ക നോക്കി, ചെറുതൊന്നല്ലേ, ആവുന്നുള്ളൂ. തെങ്ങുമ്പോ തേങ്ങൊക്കെ പേടിപ്പിക്കാനായിട്ട്. ഓക്കെ അങ്ങനെ നമ്മൾ സസ്പെൻസ് അറിയില്ല, ബാക്കി എനിക്ക് പറയാൻ കിട്ടില്ല. നമ്മള് വീടിന്റെ അടുത്ത് എത്തി കണ്ടോ. വീട് നോക്കി എന്തേതാ കഥ. നമുക്ക് കേറാ, നമുക്ക് കേറാ, ബാക്കി കയറി വരി നമുക്ക് ബാക്കി കയറി. അപ്പൊ നമ്മള് മുകളിലേക്ക് പോവാട്ടോ. അവിടെ എന്തൊക്കെ ഉണ്ട്, നമുക്ക് കയറി. അമ്മത്തേട്ട കയറി, നിങ്ങൾ തങ്ങിക്കല്ലേ. ഈ അമ്മത്തേട്ടന് പേടിയാണ്ട് കേട്ടോ. എന്നിട്ട് ഇന്ന പറയാ ഏകദേശം ഞങ്ങളിതാ മുകളിലെത്തിട്ടോ. മുകളിലേക്കൊക്കെ നോക്കി ഫുള്ളി വയ്യുണ്ട് കേട്ടോ. ഇതിലെങ്ങനെ ഇങ്ങോട്ടുണ്ട്, ഇതിലെ നിങ്ങൾക്ക് കറക്റ്റ് കാണാം. ഒരു ആൾ നടന്ന് പോകണം. ഞാൻ കയറി കാണിച്ചാലേ കണ്ടോ. ഇതിലെങ്ങനെ നടന്ന് പോകാനുള്ള ഒരു പാത മതി. കണ്ടോ വക്ക്. ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ അവസ്ഥ. നമ്മൾ അമിതേട്ടനും വിളിച്ചും ഇവിടെ ഉണ്ട്. ഇതാണ് വീട് കണ്ടോ. നോക്കി വീട്. ജനലൊന്നും ഇല്ലല്ലേ അമിതേട്ടാ, ജനലില്ലേ? ജനലൊന്നുമില്ല, പൊളിയില്ല. നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് കയറി വെക്കാം. നിങ്ങൾ കയറി. അങ്ങനെ നമ്മളിതാ മുകളിലെത്തിട്ടോ. കണ്ട് ഏകദേശം മുകളിലെത്തി. വീടിൻ്റെ അടുത്തെത്തി. നമ്മൾ അനിയൻ റിച്ച് അങ്ങോട്ട് കയറി ഒറ്റ കയ്യിലെ പോകണ്ട. അപ്പോൾ നമ്മൾ മുകളിലെത്തി. ഏതായാലും അപ്പോൾ മുകളിലെത്തി. ഇവിടുന്ന് ഇതാണ് വീട്. പക്ഷേ ഇതാണ് വീട്. ഇതിൻ്റെ മേലോട്ട് ഇനിയും വയ്യുണ്ട്. നമുക്ക് നോക്കാം. പോകാൻ കഴിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ വെള്ളം എന്തൊക്കെ ഒരു പേടിയാവുന്നു തോന്നുന്നു. അങ്ങോട്ട് പോകാൻ കഴിയില്ല. അവിടെ ഒരു കിണറുണ്ടല്ലോ. നമ്മ ഒന്ന് ഞങ്ങൾ കയറില്ല. ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കറിച്ചിട്ട് അവന് പേടിയുണ്ട്. ഏകദേശം ഇതാ അവിടെ കയറി. എന്താണ് ചേട്ടാ അപ്പോൾ അതാ ഇവിടെ ഇതുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ അണ്ണനാണ് താമസിക്കല്. ഓലിപ്പോൾ ഇവിടെ ഇല്ല. അങ്ങനെ ഇവിടെ റിച്ചു അങ്ങോട്ട് പോകല്ലേ, ഇടിഞ്ഞുവിട്ടാലേ ഇറങ്ങാനാണ്. ഇതാണ് കിണർ. അതിൽ വെള്ളമുണ്ട്? വെള്ളമൊന്നുമില്ല. നമ്മ ഒന്ന് നോക്കുക. ഞാനൊന്ന് വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ. കിണർ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഫുള്ള് കാലിയാണ്. കാണുന്നുണ്ടോ? ഇല മാത്രമുണ്ട്. ഫുള്ള് കാലിയാട്ടോ. ഓക്കെ ഒന്നായിട്ടൊരു പേടി. മുള നോക്കി കഴിച്ചു. ഇതാട്ടോ ഇവിടെ അതിശയിക്കുന്ന സാധനം. നോക്കി ഇത്രയും പ്രകൃതിയായിട്ടുള്ള സംഭവം നോക്കി അല്ലേ അമ്മത്തേട്ട. ഏതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്തൊക്കെ നമ്മൾ ഈ മൂങ്ങല്ലേ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ വെറുതെ പിന്നെ വീഡിയോ ഒരു ഇൻട്രസ്റ്റ് ആക്കാൻ പറയല്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു അനുഭവപ്പെട്ടൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതിനുള്ള മൂങ്ങുണ്ട്, ഫുള്ള് മൂങ്ങകളാണ്. ഓക്കെ ഞാൻ വേണമെങ്കിൽ ഫുള്ള് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഇതാ നമ്മൾ ഇതിലെങ്ങനെ ഇട കയറി വന്നാൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ അണ്ണൻ്റെ വീട് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ വീട്. കണ്ടോ അത്യാവശ്യം പണിയൊന്നും തീരാത്തൊരു വീടാണ് അല്ലേ അമ്മത്തേട്ടാ. പണി ഇവിടെ ഒരു കിണറുണ്ട്. ബാക്കൊക്കെ മതിലൊക്കെ അമ്മത്തേട്ട ഇങ്ങോട്ട് വരി. ഇതുണ്ടോ മതിൽ നോക്കി, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. കണ്ടോ നോക്കാണ്ടാണ്, വരലുമില്ല. അതാണ് പിന്നെ ഇടയ്ക്കും തലക്കും മൂപ്പര് പണി കഴിഞ്ഞാൽ അങ്ങോട്ട് വരലുണ്ട്. അപ്പോൾ കിണറിന് വെള്ളമൊന്നും കോരല്ല കേട്ടോ. അതൊക്കെ വെറുതെ ഒരു ടച്ചപ്പിനിട്ടാണ്. മുന്നോട്ട് പോകാൻ ഞങ്ങൾ പേടിയാണ്. അമ്മത്തേട്ട ഒന്ന് വരി, എൻ്റെ കൂടെ വെച്ച് കടന്നോ. അപ്പോൾ ഇതാണ് മുളൻ്റെ ഒരു സംഭവം കേട്ടോ. ഇതാണ് മൂപ്പര വീട്. കൊലയിലേക്ക് പോകാൻ പേടിയാണ് എനിക്ക്. വാതിലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ. ഇതാണ് കൊലായി. മുന്നേ തന്നെ ജനലും കാര്യങ്ങളും വേറെ ഒന്നുമില്ല. ഓക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇനി മേലോട്ട് കയറാണ്ട് ഇവിടം വരെ നമ്മൾ കോൺക്രീറ്റ് പഞ്ചായത്ത് പാസ്സാക്കി ഇല്ല അമ്മത്തേട്ടാ. നമ്മൾ ആ താഴത്ത് മുതൽ ഇവിടം വരെ പഞ്ചായത്ത് പാസ്സാക്കിയിരിക്കൂലേ. ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാണ്ട് ഇതാ അങ്ങോട്ട് വരി. ഇവിടെ ഇങ്ങനെ കയറാം. കണ്ടോ വയ്യ ഇരുടായി വരിക. എവിടെ കുറച്ചുകൂടി കൊണ്ട് ഇതാ ഇങ്ങോട്ടൊക്കെ വയ്യുണ്ട്. പക്ഷെ എനിക്ക് കയറാൻ പേടിയാണ്. അമ്മത്തേട്ടനൊക്കെ താഴെ നിൽക്കുകയാണ് അല്ലേ അമ്മത്തേട്ട. അല്ല നമ്മൾ കാര്യങ്ങൾ പറയും അല്ലേ. റിസ്ക് ആണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് പേടിക്ക് വരുത്തുന്ന കാര്യം അപ്പോൾ ഒന്നാമത് അതാട്ടോ ഇവിടേക്ക് നമ്മൾ ഇനി മേലോട്ട് കയറാത്ത എന്താ അറിയോ.
ഒന്നാമത് നമുക്ക് പേടിയാണ് എന്ന് വെച്ചാൽ ഫുള്ള് ഇരുടാണ്, എന്തൊക്കെ ഒച്ചപ്പാടും വളരെ കൂടുതലാണ് ഒക്കെ കൂടി ഇറങ്ങാറ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ടൈം നോക്കി കറക്റ്റിന് കയറിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീട് കണ്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് നല്ലൊരു പേടിയൊക്കെ ഉണ്ടായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കണ്ടില്ലേ മുള നോക്കി ഫുള്ള് ഒരു വീട് ഫുൾ മുളനെ കൊണ്ട് പൊതിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ വീടാണെങ്കിൽ നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു മാതിരിയുള്ളൊരു വീടാണ്. പക്ഷെ ഇവർ പണി ഇവിടെ ഒന്ന് കിടക്കാനുള്ളൊരു സെറ്റപ്പ് മാത്രമാണ് ഇവിടെ ചെയ്ത് കിട്ടും. അങ്ങനെ ഫുള്ള് വേർത്ത് വെച്ചിരിക്കണം കയറിയിട്ടേ ഇവിടെ ഫുള്ള് ഒന്നാമത് പേടിയാകുക ഉള്ളത് പറയാമല്ലോ, സത്യം പറയാമല്ലോ. റിച്ചുവാ ഓന് പേടിച്ചിട്ട് പിന്നെ അവിടെ നിൽക്കുകയാണ്. അമ്മത്തേട്ടും ഞാനുള്ളതിനോണ്ട് പിന്നെ ഒന്നാമത് പേടിയാവില്ലേ അമ്മത്തേട്ട കാര്യം പറയാം, സത്യം പറയാം നല്ല പേടി. ഇനി മേലോട്ട് കയറാൻ അമ്മത്തേട്ടൻ ഒരു വിധമൊക്കെ ആണെങ്കിലും നമ്മളെ അമ്മത്തേട്ടൻ എല്ലായിടത്തേക്ക് വരുന്ന, അതായത് ഇങ്ങനെ പരിപാടി ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞാൽ വരുന്ന. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ അറിയില്ല അല്ലേ അമ്മത്തേട്ട, ഒരു ഇന്റർവൽ ഉണ്ട് മുകളിൽ പോവാൻ പക്ഷേ കഴിയൂല. ഒരുമാതിരി കയറണമെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ കയറണമെങ്കിൽ ഒരു കയറൊക്കെ വേണ്ടി വരും, കെട്ടിയിട്ട് കയറി പിടിച്ച് കയറാൻ പറ്റുന്നില്ല. അതായത് ഇറങ്ങി വിഗു ഫുള്ള് കണ്ടില്ലേ. ഇവിടെ അങ്ങോട്ട് അത്ര തന്നെ താഴത്തേയും ചിലപ്പോൾ പോരും. കോൺക്രീറ്റ് ഇല്ല അതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ മുകളിലുള്ളത് കണ്ടില്ലോ, നമുക്ക് താഴോട്ട് കാണാനൊന്നും കഴിയില്ല. ഞങ്ങൾ കോൺക്രീറ്റിൻ്റെ ചെറിയൊരു പക്ഷേ എല്ലാ ഫുള്ളും നനഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ല പണിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വീടൊക്കെ കണ്ടില്ലേ, ഇതാണ് നമ്മളെ വീട് കണ്ടില്ലേ. കൊലായി ഭാഗം മുള ഫുള്ള് മുളകളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ അവസ്ഥ. ഇനി മേലോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അമിത്തേട്ടൻ്റെ അല്ല എനിക്കും പേടിയായിട്ട് നമ്മൾ അങ്ങോട്ട് കയറില്ല അല്ലേ. നമ്മൾ ഇവിടെ വരെ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരും. ഇന്ന ദിവസം പറ്റുകയാണെങ്കിൽ നമുക്ക് കയറാം. പിന്നെ നമ്മൾ നോമ്പ് വെച്ചിട്ടുണ്ടോ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. അപ്പം നമ്മൾ നോമ്പൂടിന്ന് വെച്ചപ്പോൾ പിന്നെ നമ്മൾ വെറുതെ നമ്മൾ നിങ്ങൾക്ക് ഒരു ടൈം പോയിക്കോട്ടെ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് കയറി ഫുള്ള് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പിന്നെ ഒന്നാമത് നമ്മൾ നോമ്പില്ല ദിവസം കയറും. എങ്ങനെ കയറില്ല അമ്മത്തേട്ടാ, നമുക്കൊരു മുകളിൽ പരമാവധി എത്തുന്ന രീതിയിൽ കയറും. നീ എന്താ ഓന് ഇവിടെ ഒന്ന് മുണ്ടാണ്ടിരിക്കുക, അങ്ങോട്ട് എന്ത് പറയ് എന്ത് ഇവിടെ ഈ മേലോട്ട് പോകാന്നാല് ഓൻ സംഭവം കഴിയൂല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ മോളിൽ തന്നെ കേട്ടോ ഇറങ്ങിയില്ല എന്ന് വെച്ചാൽ ഞാനും അമിതായിട്ടോട് പറയും ബാക്കി ടെൻറ്റ് നമ്മൾ വൺ ഡേ നമ്മൾ ഇപ്പോൾ മിക്ക യൂട്യൂബറും ചെയ്യുന്ന ഒരു പരിപാടിയില്ല. എന്താ വെച്ചാൽ ടെൻറ്റ് നൈറ്റ് ഫുള്ള് പാചകമൊക്കെ ചെയ്തിട്ട് ഒരു ടെൻറ്റ് കൂടെ വീടിൻ്റെ മുകളിൽ എംഫോട്ടൊക്കെ ചെയ്താൽ മാതിരി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ നമ്മളൊരു കൺസെപ്റ്റിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുറത്തിറങ്ങും. അപ്പോൾ നമ്മൾ അത് ചെയ്യും. എന്താ വെച്ചാൽ ഈ നമുക്ക് നോക്കിയല്ലേ അമിത്തേട്ടാ, നമ്മളൊന്നുകൂടി ട്രൈ ചെയ്യും. എന്തായാലും ഞാനും അമിത്തേട്ടനും അനിയനും ഉണ്ടാവും. എൻ്റെ വീട്ടിൻ്റെ മുകളിൽ അടിപൊളി പ്ലേസ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്, അത് കാണാത്തല്ലോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയാൽ മതി. അതിൻ്റെ മുകളിലൊക്കെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചല്ലേ, നമുക്ക് നോക്കാം മറ്റം പോലെ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ മെല്ലെ താഴോട്ട് ഇറങ്ങി വെച്ചോ, അല്ലെ മേലോട്ട് കയറണോ? മേലോട്ട് എന്തായാലും കയറാൻ കഴിയൂല. അപ്പോൾ നമുക്ക് മെല്ലെ താഴോട്ട് ഇറങ്ങാം. അപ്പോൾ കഴിച്ച് നമ്മളിതാ ഈ ഒരു വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ മുകളിൽ വന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഞങ്ങൾ കാണിച്ചു തരാം കണ്ടോ. അടിപൊളി മുളയും കാര്യങ്ങളും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഭാഗ്യത്തിന് പറയാൻ കിട്ടി, ഇനി പറയാൻ കഴിയൂല കേട്ടോ. അപ്പോൾ നമ്മൾ അമിത്തേട്ടനും എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അനിയൻ പിന്നെ ഒന്നാമത് അത് അവിടെ നിന്ന് ഓൻ ഇറങ്ങാൻ പോവുകയാണ്. ഏകദേശം ഓൻ്റെ കഥ കഴിഞ്ഞതാണ്. ഓന് ബാക്കിയായിട്ട് വരുന്നില്ല. ഓക്കെ പക്ഷേ നടവൈക്കാർ പോയിട്ടുണ്ട് തോന്നുന്നില്ലേ, നടന്നു പോകുന്ന വഴിയൊക്കെ കാണുന്നുണ്ട്. ലയിച്ചോ ഈ എവിടെയും കണ്ടി നടന്നു ഈ ഇതന്നെയല്ലേ അവസാനിക്കുന്നൊന്നും പറയാൻ പറ്റൂല. നമുക്ക് വേണമെങ്കിൽ താഴ്ത്ത വയ്യൊന്ന് വെറുതെ പോയോക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ഇതിലെന്തായാലും പോകില്ല. ഇതൊരു കണ്ടിട്ടൊരു വിശക്ക് തോന്നുക അല്ലേ അമ്മത്തേട്ടാ. ഇതിലെ പോയാൽ ലയിച്ചോ ഇതിലെ പോയാൽ ആയിക്കളും കാടും കാട്. നമുക്ക് രണ്ടാമത്തെ ഇത് എങ്ങനെ അറിയാം സംഭവം, സ്റ്റെപ്പായിട്ടാവും. ഒരു സ്റ്റെപ്പ് വിഗല്ലേ ഇങ്ങനെ പിടിക്കല്ലേ, വിഗുകയാണെങ്കിൽ അത് ശരി ഇങ്ങനെ തള്ളിടുക. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇറങ്ങി ഇന്നെ വിൽക്കുക. 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3 അങ്ങനത്തെ ഒരു സ്റ്റെപ്പാണ്. ഇതിലെങ്ങനെ എന്തായാലും പോയില്ല, താഴത്തോടെ പോകാം. അതിലെങ്ങനെ ഞങ്ങൾ പോയി കാണിച്ചാൽ ഇവിടെ അത് കണ്ടില്ലേ. ഞാൻ കയറുമ്പോൾ പറഞ്ഞല്ലോ ഒന്നായിട്ട് പൊട്ടിച്ചെത്തിക്കണം. എന്താ പറയില്ല, അഡ്രസ്സ് ചെയ്തിട്ട് എന്തോ സംഭവമാണ്. പിന്നെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, നിരങ്ങി വിഗും. ഓക്കെ പോകണ്ട. നമുക്ക് വെറുതെ പോയോ കാമിച്ചേട്ടാ, കുറച്ച് വരി. ആദ്യം ഞാൻ പോവാം. ഓക്കെ നമ്മൾ ആദ്യം ഒന്ന് ഇതിലെങ്ങനെ പോവാം. നിൽക്ക് എന്തായാലും ഇത് അന്തേട്ടാ വടിയില്ലേ നിങ്ങളിൽ പോയില്ലേ. ഞാനില്ല പോകണ്ടേ ഫുള്ള് എന്തോ കുത്തുന്ന സാധനം മുള്ളുണ്ട്. ഒന്നാമത് അന്തേട്ടാ തുണിയാണ് എടുത്തത്. എന്നാലും വരൂ ഞങ്ങളില്ലേ വരൂ. വടിയിട്ട് ആയിട്ടേക്ക് ആരോ തൊട്ടായിക്കോ. അത് വേണോ? അത് വേണ്ട അന്തേട്ടാ. അത് അടിച്ചാലോ ഒന്ന് നിങ്ങൾ അടക്കി മുള്ളു കുത്തുന്നേ. വരി നിങ്ങൾ വരി, ഞാൻ ഇവിടെ എത്തി. ഇവിടെ നോക്കി പൂരാ കാടാ. വരി നിങ്ങൾ ഒരു വരുന്ന വരി നാലു എങ്ങനെങ്കിലും വരിയോ. ഇത്ര റിസ്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഓക്കെ. കുട്ടി മറി അടക്കി എൻ്റെ കാല് അമ്മത്തേട്ടാ ഇത് പിടിക്കുക, വീഡിയോ പിടിക്കുക. മേലോട്ട് എൻ്റെ കാല് പോയി
ചെരുപ്പ് ആ ബാക്കിൽ മുള്ളു ബാക്കിൽ മുള്ളു കുത്തി കംപ്ലീറ്റ് കുത്തലാണ് കൈ ഏതായാലും കുറെ വട്ടം വീണ് നല്ല മുള്ളുണ്ട്. പോണോ അമ്മത്തേട്ടാ പോണോ? കേസ് ഞങ്ങൾ ഇവിടെ നിർത്തട്ടെ, ഞങ്ങോട്ട് പോകാനാവില്ലതാ. എത്ര വട്ടം വീണ് അറിയോ? നീ വേണ്ടല്ലേ അമ്മത്തേട്ട പരിക്ക. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ, അവിടെ താഴത്ത് വേണ്ടതാ. ഇവിടെ ഇവിടൊക്കെ ഏതൊരു വീട്, എനിക്ക് പേടിയാ. നിങ്ങൾ അങ്ങോട്ട് വിടി. ഞാൻ നേരത്തെ വീണ സ്ഥലത്ത് തന്നെ ഗൈസ് നോക്കി നല്ല മുള്ളു കുത്തുണ്ട് കേട്ടോ. ഓക്കെ അമ്മത്തേട്ടൻ ഇപ്പോൾ നല്ല നൈസിന് പോകുന്നുണ്ട്. നല്ല മുള്ളുണ്ട്. ഇറങ്ങി ഗൈസ്. ഞാൻ എന്താ അവിടെ ഇതെന്താ നിങ്ങളെന്താ തുക കടിച്ചു ഗൈസ്? തുക അടിച്ചാ അത് ഫുള്ള് ചൊറിയുണ്ട്. ഏതായാലും വേണ്ട ആട് കയറണ്ടില്ല ഇല്ലേ? ഫുള്ള് നിന്നാ മതി. നല്ല ചൊറിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒന്നാമത് വീണിട്ടേ ഫുള്ള് പരിക്കാം. ഇല്ല പോണ്ട, ഞാൻ മുന്നേ മെല്ലെ ഇറങ്ങാം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി. അനിയനും ഉണ്ട്. ഒരു കല്ലൊക്കെ ഉരുണ്ട് പോണോക്ക്. അപ്പം നമ്മൾ ഉരുണ്ടിക്കണേ. ഓക്കെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇറങ്ങി ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പരിക്ക് പറ്റും. ഞാൻ പറഞ്ഞതാണ്, ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പരിക്ക് പറ്റും. ഓക്കെ നമ്മൾ നടക്കുന്ന വയ്യൊക്കെ ഒന്ന് കാണിച്ചു കണ്ടോ? പുള്ളി എന്താ പറയാ ഇലയാണ് അല്ലേ? ഓക്കെ അപ്പൊ ഇറങ്ങിയ ഇതാണ് മീൻ. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ താഴ്ത്തു പോകും. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാനല്ല പണിയാട്ടോ. ഇച്ചോ മെല്ലെ അമ്മത്തേട്ടാ മെല്ലെ പിടിച്ചിറങ്ങിക്കോളി. എടാ മെല്ലെ ഇറങ്ങി പോവാ. ഓക്കെ ആവു സൗണ്ടൊക്കെ പോയി. ഇപ്പോഴൊരു സ്ഥാനത്തെത്തി നോക്കി നമ്മൾ വന്ന പോയി. ഓക്കെ ആണ് ഞങ്ങൾ വന്ന സൈറ്റോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ 1-2 വട്ടമൊക്കെ വീണില്ല അമ്മത്തേട്ടാ. അപ്പം തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ എത്തി. ഓക്കെ ആകെ മുള്ളായെടുത്താൾ. ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ചും ഇവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ ചെറിയ ആൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി കയറി കേട്ടോ. നോക്കി ഇപ്പോൾ ഞങ്ങൾ താഴത്തെത്തി. ഇപ്പം ആ ഒരു വിശേഷമില്ല. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയാണ് കേട്ടോ. നല്ല കാറ്റു സ്ഥലമില്ല ചൂടെടുത്തിട്ട് വയ്യ ഒന്ന് നല്ല സുഖമുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നാളത്തെ ഇനി വേറെ നാളെ വീഡിയോ ഉണ്ടല്ലേ? നാളത്തെ 10 നമ്മൾ ആലോചിക്കും. നമ്മൾ അടുത്ത് തന്നെ പറയൂലേ, നാളത്തെ വീഡിയോയിൽ പറയൂ. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറേ വീണ് കണ്ടോ. പാൻറ്റ് 1-2 ഡാമേജൊക്കെ പറ്റി. അന്നത്തെ ഫുള്ള് തുക അടിച്ച് കിടങ്ങാറയും സെറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ.